ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൽഫാം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും അൽഫാം കഴിക്കാൻ വളരെ ഇഷ്ടമാവുമല്ലോ അല്ലേ. കടയിൽ നിന്ന് ഉണ്ടാക്കുന്നത് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനെ നമ്മൾ കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് മേടിച്ചിട്ടുള്ളത്. അൽഫാമിൻ്റെ പീസാണെന്ന് പറയുമ്പോൾ അവരതേപോലെ കട്ട് ചെയ്ത് തരലാണ്. അപ്പോൾ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ചിക്കനെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. വരഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുവേ. അടുത്തതായിട്ട് നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാനുള്ള മസാല തയ്യാറാക്കാവേ. ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് വലിയ ഉള്ളി എടുക്കാവേ. ഒരു 2-3 ഉള്ളിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിലോട്ട് തക്കാളിയും അതുപോലെ പച്ചമുളകും നടുക്കെ കീറിയിട്ടാണ് നമ്മൾ അതിലോട്ട് ഇടുന്നത്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ചപ്പ് പൊതിയനുമാണ് വേണ്ടത്. നമുക്ക് ആവശ്യത്തിൽ എത്രയാണോ ക്വാണ്ടിറ്റി, നമുക്ക് എത്രയാണോ ചിക്കൻ ഉള്ളത് അതിലേക്ക് വേണ്ട മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അത്രയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് അതൊക്കെ കൂടി നമുക്ക് അരച്ചെടുക്കാവേ. ഇനി ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല നമുക്ക് അതിലേക്ക് ഒഴിക്കാട്ടാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലാണ് നമ്മൾ ഇനി ചിക്കൻ ഇട്ടിട്ട് നമ്മൾ മസാല നന്നായിട്ട് പിടിപ്പിച്ച് വെക്കുന്നത്. എന്നിട്ട് അതിലോട്ട് ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് ഒഴിക്കാവേ. കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് ഉപ്പും പുളിയും വേണ്ടവർക്ക്, ഞങ്ങൾക്ക് അത്യാവശ്യം പുളി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഒരു ലെമണിൻ്റെ ഹാഫ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് ഒരു 1.5 സ്പൂണോളം മുളകും പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കളറുമാണ്. എന്നിട്ട് നേരത്തെ നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കന് നമ്മൾ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതിൽ വരഞ്ഞ ആ ഭാഗത്തൂടെ മസാല നമ്മൾ അതിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. അതിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത്രത്തോളം മസാല അതിൽ ആഡ് ചെയ്യും കേട്ടോ. നന്നായിട്ട് എല്ലാ ഇതിലോട്ടും നമ്മൾ നന്നായിട്ട് മസാല പിടിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളത് ഒരു 2-3 മണിക്കൂർ എന്തായാലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നിടത്തോളം നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുകയെ. അപ്പം ഞങ്ങൾ ഇതേപോലെയാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ അൽഫാം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മസാല ഞങ്ങൾക്ക് എത്ര എടുക്കണം എന്ന് അറിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മസാല കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും അതേപോലെ തന്നെ മസാല ഉണ്ടാക്കി കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞങ്ങൾ അൽഫാമിനുള്ള മസാല ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുകയല്ല ചെയ്തത്, ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയായിരുന്നു ചെയ്തത്. 4 വറ്റൽ മുളകും അതുപോലെ 1 സ്പൂണ് പെരിഞ്ജീരകവും അതേപോലെ ചെറിയ ജീരകമില്ലേ അതും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം നമ്മളത് മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ജാറിലിട്ടിട്ട് അത് അടിച്ചെടുക്കുന്നത് കേട്ടോ. ചൂടോടുകൂടി അടിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിക്സി കേടാവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മളത് അടിച്ചെടുത്തിട്ട് ആ മസാല അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ മസാല, അത്രയും അതാണ് അതിലേക്ക്. പിന്നെ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിലധികം ലെമണും നമുക്ക് ആഡ് ചെയ്യാം, അതേപോലെ തന്നെ തൈരും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല തേച്ചിട്ട് നമ്മളിവിടെ സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ മുറ്റത്ത് അടുപ്പൊക്കെ കൂട്ടിയിട്ട് കനൽ വെച്ചിട്ട് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കനലിട്ടിട്ടുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് കുറച്ച് മുകളിൽ നമ്മൾ ഡ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് എണ്ണ നമ്മൾ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് നന്നായിട്ട് ഡ്രൈനെസ് മാറിയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ചിക്കൻ ആവട്ടെ നമുക്ക് കിട്ടുക. ചിക്കൻ വെന്തതിന് ശേഷമുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലേ, മിസ്സായിപ്പോയി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.